ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ ഫസ്റ്റ് ഡേ നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പൊറാട്ടയാണ് കേട്ടോ. പൊറാട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും മാവൊന്ന് സെറ്റായി കിട്ടണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ലൈമും വെച്ചിട്ടൊരു ജ്യൂസ് അടിച്ചെടുക്കണം. പിന്നെ എണ്ണക്കടിയായിട്ട് ഉള്ളിപ്പൊക്കവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിപ്പൊക്കവട ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ചടപടേന്ന് പൊരിച്ചങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഞാനിതാ സവാള ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ മെഷീനൊന്നുമില്ല, നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ മെഷീൻ. അപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇതുപോലെ സവാളയൊക്കെ അരിഞ്ഞിട്ട് വലിയൊരു പാത്രത്തിലാക്കി വെക്കും. നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടി വേണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് മൊത്തം ഈ സവാളേൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ അതാ ഞാൻ സവാളയൊക്കെ നല്ല കുനുകുനാന്ന് അരിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് സവാള ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒഴിവ് സമയത്ത് അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികൾ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാനൊരു ബോക്സിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെന്തായാലും നമുക്ക് അരിഞ്ഞിട്ട് വേണം. അപ്പോൾ ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകും. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ദോശമാവ് ചേർക്കും കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുക. ഞാൻ ഈ കടലമാവിൻ്റെ കൂടെ ലേശം ദോശമാവും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം അതുപോലെ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കാനാണ് പറയുക. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലാതെ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് അത് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് തൃപ്തിയിൽ കഴിക്കുക. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു എണ്ണക്കടിയായിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ നാരങ്ങ വെള്ളവും നമുക്ക് ഫസ്റ്റ് തന്നെ നോമ്പ് തുറന്നത് നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറ്. ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം, തണുത്ത വെള്ളം പോലും പാടില്ല എന്നാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ നാരങ്ങേൻ്റെ കൂടെ ഏതെങ്കിലും വെജിറ്റബിൾസ്, ഒന്നില്ലെങ്കിൽ കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട് അങ്ങനെ ഇട്ടിട്ട് അടിച്ചിട്ട് ജ്യൂസാക്കി കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തി ആണല്ലോ. ആദ്യം നമ്മൾ സാധാ ചൂടുവെള്ളമോ പച്ചവെള്ളമോ കുടിക്കുക, എന്നിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്രാവശ്യം വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ പൊക്കവടയ്ക്കുള്ള ഉള്ളികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള കടലമാവ് ഇട്ട് കൊടുത്ത് കടലമാവ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളി കാണുന്ന രീതിയിൽ വേണം നമ്മൾ മാവ് എപ്പോഴും കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു തവി ദോശമാവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതൊരു നനഞ്ഞ് കിട്ടുന്ന ഒരു തിക്കായിട്ടുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. ദോശമാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് കൊടുക്കുന്ന ആ ഒരു പരുവമാണ് ആയി കിട്ടേണ്ടത് കേട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പൊക്കവടയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് നമ്മൾ ബാങ്കൊക്കെ കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ടാണ് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലാണ് നമ്മൾ ചൂടോടെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലൈം ജ്യൂസ് അടിക്കാനായിട്ട് ഇന്ന് എടുത്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ എത്രയാണോ ഗ്ലാസ് വെള്ളം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ക്യാരറ്റ് എടുക്കാനായിട്ട്. ഞാനിവിടെ 2 വലിയ ക്യാരറ്റാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ ഒരു നാരങ്ങയും. പുളിപ്പൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് എടുക്കാം. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് വേണം നാരങ്ങയും വെള്ളവും ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കുക. ക്യാരറ്റ് കുറച്ച് അരിയാൻ പണിയുണ്ടല്ലോ. അപ്പോൾ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് നാരങ്ങേൻ്റെ നീര് മാത്രം വേണമെങ്കിൽ അങ്ങനെ, അല്ല നാരങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് മധുരവും ചേർത്ത് കൊടുക്കുക, വെള്ളവും ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ ചേർക്കുന്ന സമയത്താണെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട, ചെറിയൊരു പീസ് കേട്ടോ. ഒരുപാട് കുത്തൽ വരാത്ത രീതിയിൽ വേണം ഇഞ്ചി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒട്ടും മധുരമൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഉപ്പ് ചേർത്തിട്ടും ഇതുപോലെ വെള്ളം അടിച്ച് കുടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം തേന് വേണമെങ്കിൽ അത് ചേർത്തിട്ടും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നല്ലപോലെ ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നാരങ്ങേൻ്റെ കുരുപെടാതെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ആദ്യം നന്നായിട്ട് നമ്മൾ
ഈ ക്യാരറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് പാകത്തിനുള്ള പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുത്ത ജ്യൂസ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഓറഞ്ച് ജ്യൂസ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ആ നാരങ്ങയും അതുപോലെ തന്നെ ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു ഫ്ലേവറായിട്ട് നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണെന്നേ പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം ചിയ സീഡ്സ് ഉണ്ടല്ലോ, കസകസ, അതും കൂടെ കുതിർത്തത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ക്യാമറൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്താൽ എങ്ങനെയാണ് അതുപോലെയാണ് കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുന്നില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ്സിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചത് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് തണുക്കാൻ വേണ്ടി വെക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ അത്താഴത്തിനുള്ളതും കൂടെ റെഡിയാക്കി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും കിച്ചണിൽ കയറിയിട്ട് രാത്രി അത്താഴത്തിനുള്ളതും രാത്രി ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമായില്ലേ. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക പൊരിയലാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ പച്ചമുളക് ചേർക്കില്ല കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. പിന്നെ കറിയായിട്ട് രസം അല്ലെങ്കിൽ ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്, അത് പിന്നെ കോഴിമുട്ടയോ അല്ലെങ്കിൽ ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്താഴത്തിനുള്ളതും നോമ്പ് തുറക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകിയാലാണ് നമുക്ക് സമാധാനമായിട്ട് നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ. പണികൾ പിന്നെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ആകെ മൊത്തം നോമ്പെടുത്തതിനെക്കാട്ടി ക്ഷീണമാണ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ അടുക്കളയിലുള്ള പണികളെല്ലാം തീർത്തിട്ട് വേണം നമ്മൾ സമാധാനത്തിൽ പോയി നോമ്പ് തുറക്കാനായിട്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ പൊറാട്ടേൻ്റെ കൂടെ കിട്ടിയില്ല സാലന, അത് ഗ്രീൻ പീസ് വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കടല വേവിച്ചെടുക്കുകയാണ് കേട്ടോ, ഉപ്പൊന്നും ചേർക്കാതെ. ഒരു 2-3 വിസിലടുപ്പിച്ചെടുക്കുക. ഒരുപാട് വേവിച്ചെടുക്കരുത്, സാധാ നോർമൽ വേവിച്ച പോലെ അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഇതാ തൊട്ടപ്പുറത്ത് നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ വെണ്ടയ്ക്ക പൊരിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് സവാള അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത്. പലരും പറയാറുണ്ട് ഈ വെണ്ടയ്ക്ക എപ്പോൾ വെച്ചാലും ആ വഴുവഴുപ്പ് പോവുണ്ടാവില്ല, നല്ല മുരിഞ്ഞ പോലെ ആയി കിട്ടില്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ വെണ്ടയ്ക്ക കുറച്ചധികം നേരം നമ്മൾ കുക്ക് ചെയ്യണം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും കൂടെ വേണം കേട്ടോ. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയാണെങ്കിൽ എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ലേശം മല്ലിപ്പൊടി, എല്ലാം ഒരു നുള്ളാണ് കേട്ടോ ചേർക്കാൻ പറ്റുള്ളൂ, ഒരുപാട് കുത്തൽ പാടില്ല. കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടേ നമ്മളതിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആദ്യം ആ ഒരു പശയില്ലേ അത് പോണ വരെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ അങ്ങോട്ട് കുറച്ച് വെക്കുക. അപ്പോൾ അത് നല്ലപോലെ അങ്ങോട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വരും കേട്ടോ. ഇപ്പം ഞാൻ പൊറാട്ട പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. പൊറാട്ടയും ചുട്ടിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. കോഴിമുട്ടയും പാലും ഒന്നും ചേർക്കാതെയാണ് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. മൈദപ്പൊടിയിലേക്ക് കുറച്ച് ഈസ്റ്റും ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടേ പരത്തി കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പരന്ന് നല്ല തിന്നായി പരന്ന് കിട്ടി. കയ്യിൽ നല്ലപോലെ ഓയിലും കൂടെ ആക്കി കൊടുക്കണം കേട്ടോ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ കണ്ടില്ലേ, നമുക്ക് വീശി അടിക്കുകയൊന്നും വേണ്ട, വീശിയൊന്നും അടിക്കാതെയാണ് കേട്ടോ ഞാൻ പൊറാട്ട ഉണ്ടാക്കിയത്. എളുപ്പമായിരുന്നു, ഒരുപാട് നേരം നിൽക്കൊന്നും വന്നില്ല. ജസ്റ്റ് നമ്മളിതിങ്ങനെ മടക്കിയിട്ട് അത് പരത്തി ചുട്ടെടുക്കുന്നതിൻ്റെ ഒരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മാവ് ഒരുപാട് നേരം കുഴച്ചെടുക്കാനും അങ്ങനെയൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോമ്പ് തുറന്നതും പൊറാട്ടയൊന്നും അത്ര നല്ലതല്ല, പക്ഷേ എൻ്റെ മോൻ ഇന്ന് നോമ്പെടുത്തപ്പോൾ അവൻ എന്തായാലും അവനക്ക് പൊറാട്ട വേണേ എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ നോമ്പ് തുറന്നതും വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുള്ളൂ. ഏറിപ്പോയൊരു ഒന്ന് കഴിക്കും, അല്ലെങ്കിൽ ഒരു 2 കഴിക്കും, അത്രയേ ഉള്ളൂ. അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ പൊറാട്ട. അപ്പോൾ ഞാനിതാ പൊറാട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കാസ്ട്രോളാക്കി മാറ്റി വെച്ചു.
ഇനി അടുത്തത് നമുക്ക് കടലക്കറിയാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാലന ഉണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കടല വേവിച്ചിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അതേ കുക്കറിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ കുറച്ചുകൂടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. മതിയോ നോക്കിയിട്ട്, നമുക്ക് പിന്നെ എത്ര ഇട്ടാലും മതിയാവില്ലല്ലോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ചെറിയ ജീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സാലനക്കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് കുറുക്കം വേണ്ടത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കുക്കർ അടച്ചു കൊടുക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ്. അതുപോലെ ഏത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്നു. ഇനി നമ്മൾ ഈ വെലിച്ചിട്ടിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീനാക്കി വെക്കണം. അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്ക പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങി കൊടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് താൻ ഞാൻ ഉള്ളിപ്പൊക്കവടയ്ക്കുള്ള മാവിൽ ലേശം സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്താണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഏറിയ പോലെ ഉണ്ടാവും. അപ്പോൾ ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് ലേശം സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം കൈ കൊണ്ട് നുള്ളിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ പൊക്കവടയൊക്കെ മുരിഞ്ഞ് നല്ല വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടേ ഇത് ഒരു കാസ്ട്രോളിലാക്കി വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചൂടാറിപ്പോവും. ഇനി ടേബിളിലെല്ലാം കൊണ്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. നമ്മുടെ കറിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടെ പാത്രത്തിലാക്കിയിട്ട് ടേബിളിൻ്റെ മേലെ കൊണ്ട് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും വാങ്ങും കൊടുത്തു പോയിട്ട്, അതുകൊണ്ട് എനിക്ക് അത് പോയി എടുക്കാൻ പറ്റിയില്ല. ഞാൻ ധൃതി പിടിച്ച് ഓടുകയായിരുന്നു. എത്ര സമയം ഉണ്ടെങ്കിലും ആ സമയത്തൊരു തിരക്കലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.